അങ്ങോട്ട് ഇറങ്ങിക്കൂടെ. വിപ്ലവത്തിനും ജിഹാദിനും ആരോടൊക്കെ നടത്തണോ ഓരോടൊക്കെ. ഏത് ഈ പന്തലിന് പുറത്തു പോകുമ്പോ സുന്നികളെ നിഷേധിക്കാന്നിരിക്കുക, പേരോടോ കാന്തപുരമോ നിഷേധിക്കണെന്ത്? ഞങ്ങൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ലിപ്പിംഗ് ഇട്ടു കൊടുക്കും. ആരുടെ? മൊയ്ലിയാക്കന്മാര് നേരിട്ട് റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതിലൊരു മുസ്ലിയാരെ പ്രാർത്ഥന നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ? നിങ്ങൾ ആരും മറന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടോ? നമ്മൾ മൊയ്ലിയാരെ ഒരു തങ്ങളെ പ്രാർത്ഥന ഇടുകയാണ്. ആരോട്? റസൂലുള്ളാഹിനോട്. അത് കേട്ടോലെ മറന്നിട്ടുണ്ടാവൂലല്ലോ അല്ലേ? അതെന്താ പ്രാർത്ഥന? നമ്മളിട്ട് ജനങ്ങളെ കളിപ്പിച്ചു. എത്ര നേരമായി തങ്ങളെ, ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ, ഒന്ന് നോക്കണേ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇന്ന ആൾക്ക് കണ്ണ് വെച്ചു കൊടുത്ത തങ്ങളെ, എന്തായാലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിട്ട് ജനങ്ങളെ കേൾപ്പിച്ചപ്പോ എ.പി. സുന്നക്ക് മനസ്സിലായി അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പോലെ എ.പി. സുന്നിലുണ്ട് സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്. നിങ്ങൾ പറ, മുജാഹിദുകളിൽ ഇന്നെന്ന മൊയ്ലൈമാര്, സലായിമാര്, മദനിമാര്, സലഫിമാര് അല്ലാത്ത ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ്, സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണെന്നല്ലേ? മടപൂരികളെ, അലിമൊല്ല, കരിമ്പിലാക്കൽ പ്രഭൃതികളെ, സുല്ലമിമാരെ, ഒരു ക്ലിപ്പിംഗ് ഏതെങ്കിലും ഒരു സലായിയുടെ, ഏതെങ്കിലും ഒരു മദനിയുടെ, ഏതെങ്കിലും ഒരു സലഫിയുടെ കറോഫിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയോ? ജിന്നെ, എത്ര നേരമായി ജിന്നെ, കാണുന്നില്ല ജിന്നെ, ഇരുട്ടത്ത് വെളിച്ചം തരുന്ന ജിന്നെ, തടുക്കുന്ന ജിന്നെ, മേശ വലിച്ചാ കൊടുക്കുന്ന ജിന്നെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഹാജരാക്കാൻ കഴിയോ? പിന്നെ എന്തിന് നിങ്ങൾ ഈ തോന്നിയാസം പറയണം? മടപൂരികളെ, ആഖിറം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? പരലോകം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? സ്വർഗത്തിന്റെ ലോകത്ത് നിങ്ങൾക്കും ബാധകമല്ലേ? നിങ്ങൾ ഈ നുണ പറയുന്നതിന് അല്ല എന്തിന്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബയിൻ ഫതബയ്യനു. എന്ത് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ബിനബയിൻ ഫതബയ്യനു. കരഞ്ഞുകൊണ്ട് എല്ലാവരും ഓർത്തോളുക, സത്യവിശ്വാസികളെ, ഒരു ഫാസിക്കായ മനുഷ്യൻ കളവ് ദാ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ് വാർത്ത. തത്വദീക്ഷിതയില്ലാത്ത വാർത്ത. മുജാഹിദുകളിൽ ആരായത്? ഇനി എന്താ ഈ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയോ അബ്ദുൽ ഖാദർ മൗലവിയോ മുജാഹിദുകളിലെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നിനോട് പ്രാർത്ഥിച്ച് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ അമലുകളും അയാളത് പൊളിഞ്ഞുപോയി. ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് അയാൾ ചെയ്തു. നരകം അയാൾക്ക് ഉറപ്പായി, സ്വർഗം അയാൾക്ക് നിഷിദ്ധമായി. ഈ വലിയ പാതകം ചെയ്ത മൗലവിയായി വരുന്നത് എന്ന് കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നവരെ, അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ. ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ. ആ വരുന്നതാരാ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, യാഥാർത്ഥ്യം വിശദീകരിച്ചതിന്റെ പേരിൽ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. നബിയേ, അല്ലാഹ് നൽകിയത് മുഴുവനും വിശദീകരിക്ക് നബിയേ. അല്ലാഹ് എന്തിനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞോ അതൊക്കെ വിശദീകരിക്ക് നബിയേ. അല്ലാഹനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് പറ നബിയേ. അമ്പിയാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. മലക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. ജിന്നുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. ലോകമതറിയട്ടെ നബിയേ. റസൂലുള്ളാഹി ഒന്നും മൂടി വെച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേൾപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ ഗൗരവപ്പെട്ടതാണ് ഈ വിഷയം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ പറയാണ്, എന്തിനാ അബൂ ഹുറൈറ നാട് മുഴുവനും ഹദീസ് പറഞ്ഞു നടക്കുന്നത്? അബൂ ഹുറൈറ എന്തിനാ എല്ലാ ഹദീസുകളും പറഞ്ഞ് നടക്കുന്നത്? അബൂ ഹുറൈറ ആ സമയത്ത് അബൂ ഹുറൈറ ഓതുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതുകയാണ്. ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചുപോയാൽ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും ഒരാൾക്ക് പറയാനാവില്ല. എവിടെ വെച്ച് നിങ്ങൾ മരിക്കും? സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ വചനമാണ്. ഇവിടെ എന്താ നിങ്ങളൊന്ന് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു എന്ത് ദീനിൽ കേട്ടാലും മറല്ലാതെ ജനങ്ങളോട് പറയും. ആളുകൾ എന്ത് വിചാരിക്കും? അതിനത്തെ ഒരു കാരണം പറയുന്നുണ്ട്.
നമ്മുടെ മാതൃക ഏതാ? സ്വഹാബത്തിന്റെ മാതൃക. നമ്മുടെ മാതൃക ഏതാ? നബിയുടെ മാതൃക. നമ്മുടെ മാതൃക ഏതാ? ഖുർആനിന്റെ മാതൃക. കേട്ടോളി. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലിഹൂ വബയ്യനൂ ഫൗലൈക അതൂബു അലൈഹി വഅന തവ്വാബുർ റഹീം. ഈ രണ്ട് വചനങ്ങൾ നെഞ്ചകത്തേക്കാണ് കൊള്ളുന്നത്. വിശ്വാസികളെ, നമ്മുടെ നെഞ്ചകത്തേക്കാ ഇത് കൊള്ളുന്നത്. വിശുദ്ധ ഖുർആനാണ്, 2-ാം അധ്യായമാണ്, 189 160. ഇനി അർത്ഥം കേൾക്കണ്ടേ? ഞാനൊരല്പ ഫാസ്റ്റ് കുറച്ചിട്ട് പറയാം, ബാസ് കുറച്ചിട്ടും പറയാം കേട്ടോ. അർത്ഥം കേട്ടോ. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. ഇപ്പൊ ജിന്നിനെ പറ്റി അള്ളാഹു പറഞ്ഞു ഒരായത്തില്. ആ ആയത്തിന്റെ അടുത്ത് ഇരുത്തുക, ആ ആയത്തിന്റെ മാറ്റുക. പാതകമല്ലേ? അപരാധമല്ലേ? അപകടമല്ലേ? ഏയ് ഹേയ് വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? ആരെ കാത്തിരിക്കുക? അള്ളാന്റെ കിതാബിനെതിരെ പ്രവർത്തിച്ച സ്വർഗം തരാന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? അള്ളാഹ് അവതരിപ്പിച്ച തെളിവ് കണ്ണ് കണ്ടിട്ട് അത് ചില ആളുകൾക്ക് വേണ്ടി പറയാതെ മൂടി വെച്ചാൽ അള്ളാഹ് ശപിക്കുന്നു. എല്ലാ മലക്കുകളും ഒന്നടങ്കം ശപിക്കുന്നു. സഹോദരിമാരെ, പറ, അള്ളാന്റെ ശാപകോപങ്ങൾ കിട്ടുന്ന ആളാകണോ നമ്മള്? പറയ്. പടച്ച തമ്പുരാന്റെ ശാപകോപങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകണോ? എന്നിട്ട് അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞു തൊട്ട് താഴെ, എന്നാ മൂടി വെച്ച കാര്യം ശരിക്കും ജീവിതത്തിൽ മൂടി വെച്ചു, പക്ഷെ പിന്നെ പശ്ചാത്തപിച്ചു. പിന്നെയോ വസ്ലഹു വബയ്യനു, നിലപാട് നന്നാക്കി വിശദീകരിച്ചു കൊടുത്തു. വിശദീകരിച്ചു കൊടുത്താലോ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുന്നു. കണ്ടോ? ഉള്ളതുപോലെ. എനിക്കറിയാം, വളരെ പ്രഗത്ഭനായ ഒരാൾ പറയാൻ, ഞാൻ ഖുർആനില് ശൈത്താനെ കുറിച്ചും ജിന്നിനെ പറ്റി ആയത്ത് കണ്ടാൽ ഞാനതങ്ങ് മാറ്റിവെക്കും, അതല്ലാത്ത ഞാൻ ഖുത്ബ പറയും. ഇവനാരാ? ആലോചിക്ക്. ഇവിടുത്തെ പ്രശ്നം നിസാരല്ലോ. വിശ്വാസി സമൂഹമേ, ഇതര മുസ്ലിം സംഘടനകളെ, നിസാരല്ല, നരകത്ത് പോകുന്ന പ്രവൃത്തിയാ. മൂടിയ കരുതി